പൂയത്തിൻ്റെ തലേ ദിവസം നമ്മുടെ അമ്പലത്തിൽ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. കൊട്ട്, സദ്യ ഇതൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ചാമുട്ടൻ നിധിക്കുട്ടിയെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് വാതിൽ പൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കൊടപ്പാറ അമ്പലത്തിലേക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് വാതിൽ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അമ്മയ്ക്ക് നിധിക്കുട്ടീനെ എടുത്തിട്ട് വാതിൽ പൂട്ടാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അമ്മ എന്താ കാട്ടി, ചിന്നോ ഇത് വന്ന് പൂട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കാര്യം നോക്കിയിട്ടാണ് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം ഞാൻ തന്നെ വരേണ്ടി വന്നു കേട്ടോ. ഞാൻ വന്നിട്ട് അതൊക്കെ പൂട്ടി സെറ്റാക്കി. അവിടെ എന്തോ ഉള്ളിലെന്തോ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല, അതൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ പതുക്കെ നിന്ന് പൂട്ടിയിട്ടോ. ഞാനും ചാമുട്ടനും കൂടിയിട്ടാണ്. ചാമുട്ടൻ എനിക്ക് തുണയ്ക്ക് നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവൾ എന്തൊക്കെയോ ഗോഷ്ടി അതൊക്കെ കൈകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സൂപ്പർ എന്നൊക്കെയാണ് അവൾ കാണിക്കണത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അതൊക്കെ പൂട്ടി സെറ്റാക്കാൻ കുറച്ച് 6 പൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പൂട്ടി വരാൻ കുറച്ച് താമസം പിടിക്കുമല്ലോ. അങ്ങനെ 6 തവണ പൂട്ടി സെറ്റാക്കിയ ശേഷം അമ്മയ്ക്ക് നല്ല ഡൗട്ടാണ്, അടഞ്ഞോ തുറന്നോ അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ പതുക്കെ ഞാനിത് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അമ്മ വന്നത്. പൂട്ടിയത് ഞാനാണെങ്കിലും ആദ്യം പുറത്തിറങ്ങിയതും ഞാൻ തന്നെ. അതെ, അമ്മ പൂട്ടിയിട്ട് റെഡി ആയില്ല, പിന്നെ ഞാനാണ് പൂട്ടിയിട്ടത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ ഐസ്ക്രീം വണ്ടി നിന്നിട്ടുണ്ട്. സുരേട്ടൻ്റെ വണ്ടിയാണ് കേട്ടോ. ചാമുട്ടിന് ഐസ്ക്രീം വണ്ടി കണ്ട ഇതേ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. കാരണം ഐസ്ക്രീം കഴിക്കാനുള്ള കൊതി അവൾക്ക് അത്രയ്ക്കുണ്ട് കേട്ടോ. അലർജി കാരണം അവൾക്ക് ഞാനത് വാങ്ങിക്കൊടുക്കാറില്ല, ഞങ്ങളും അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ തണുവ് കാരണം എനിക്കും ഭയങ്കര തൊണ്ടവേദനയാണ്, അതുകൊണ്ടാണ് കഴിക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വിട്ടു. ഐസ്ക്രീമും കാര്യങ്ങളും ഒന്നും തന്നെ വാങ്ങിക്കാനായിട്ട് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നേരെ വിട്ടു കേട്ടോ. അതാ എല്ലാതും ഉണ്ട്. വാനില ഐസ്ക്രീം, സ്പാനിഷ്, ചോക്കോ ചിപ്സ്. ഞാൻ വിട്ടു പൊക്കോ. നമ്മള് കൊടപ്പാറയ്ക്ക് പോവാണ് കേട്ടോ ഗൈസ. ഞാനുണ്ട്, അമ്മ ഉണ്ട്, നിധിക്കുട്ടിയുണ്ട്. ചാരു ഈ ഫോണ് കൈ പിടിച്ചാ ഞാൻ വീഡിയോ എടുക്കട്ടെ. നല്ല ഇരുട്ടാണ് കേട്ടോ നമ്മുടെ വീട്. അവര് കൊടപ്പാറയ്ക്ക് നടന്നു. അതെ, മൂപ്പത്തിയോ വഴിയിലും നന്നിട്ട് ദേവട്ടി നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ കൊടപ്പാറയ്ക്ക് പോയത്. അവരുടെ വീട് അവിടെ അടുത്താണ്, നമ്മുടെ പഴയ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അവർ താഴേക്ക് ഇറങ്ങി വന്ന് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള വീഡിയോസൊക്കെ നന്നിട്ട് ഞാൻ എടുത്തത്. അവളുടെ കയ്യിലായിരുന്നു ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളെടുത്തു. അങ്ങനെ എന്താണ് നമ്മൾ കൊടപ്പാറ എത്തി. കൊടപ്പാറ കൊട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്നപ്പോഴേക്കും കൊട്ട് കേട്ട ശേഷമാണ് നമ്മൾ എത്തിയത്. ഇന്ന് അന്നദാനമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ മടങ്ങിപ്പോവുള്ളൂ കേട്ടോ. പൂയത്തിന് പ്രാവശ്യം കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. പൂയത്തിൻ്റെ ആഘോഷങ്ങളൊന്നും അങ്ങനെ നമ്മൾ നടത്താറില്ല. അപ്പോൾ കുറേ കാലമായിട്ട് ഇപ്പോഴാണ് വീണ്ടും പൂയത്തിലേക്കുള്ള ഒരു ആഘോഷത്തിലേക്ക് നമ്മൾ വന്നത് കേട്ടോ. കാരണം കുറച്ച് സ്കിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. പൂയത്തിൽ നിന്ന് ചെക്കന്മാരൊക്കെ കൂടിയിട്ട് ഒന്ന് സ്കിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും പൂയത്തിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. കൊട്ട്, അന്നദാനം, അതുപോലെ തന്നെ നാളെ രാവിലെ അതിൻ്റെതായ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പ്രാവശ്യം. അപ്പോൾ എന്താ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറേ പേരാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അവരൊക്കെ കൊട്ട് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കുറേ പേര് അന്നദാനം കഴിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളും അന്നദാനം കഴിക്കാൻ വേണ്ടി പോകാൻ തയ്യാറാവുകയാണ് ഗായ്സ്. നമ്മൾക്ക് അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടി കരഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവിടുന്ന് പോയി കേട്ടോ. പിന്നെ അമ്മയും നന്ദുട്ടിയും ദേവുട്ടിയൊക്കെ ഒരുമിച്ചിട്ടാണ് അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. എല്ലാം ഉണ്ടായിരുന്നു. പപ്പടം, എന്താ പറയുക, അച്ചാറ്, ഓലൻ, പുളിയഞ്ചി, പിന്നെ എന്താ പറയുക, ചോറ്, സാമ്പാർ, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കാനിരുന്നു. ഞാനപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഫുഡ് കഴിക്കാനിരുന്നില്ല, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ഗൈസ്.